Hi students, നമ്മൾ ഇന്ന് ഹ്യൂമൻ ഫിസിയോളജിയിലെ ബ്രീതിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വർഷം നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് അറിയാം NCERTയിൽ നിന്ന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഒഴിവാക്കിയിട്ടുണ്ടോ അത്രയും ചാപ്റ്റേഴ്സ് നീറ്റ് എക്സാമിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് അല്ലേ. സോ സിലബസ് ഈസ് മച്ച് റിഡ്യൂസ്ഡ്. ആൻഡ് കഴിഞ്ഞ വർഷം വരെ നമ്മൾ ഹ്യൂമൻ ഫിസിയോളജി സ്റ്റാർട്ട് ചെയ്യുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലായിരുന്നു. ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിക്കാനുണ്ടായിരുന്നു. ഈ വർഷം നിങ്ങൾക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം ഇല്ല, പകരം റെസ്പിറേറ്ററി സിസ്റ്റത്തിലാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. സോ ഇൻ ബ്രീതിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിൽ നിങ്ങൾ പഠിക്കുന്നത് ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റവും ആൻഡ് മെക്കാനിസം ഓഫ് റെസ്പിറേഷനും ഒക്കെയാണ് കേട്ടോ. ബിക്കോസ് റെസ്പിറേഷനെ കുറിച്ച് നിങ്ങൾ ചകഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. പ്ലാന്റ് ഫിസിയോളജിയിലെ ഒരു ചാപ്റ്റർ, ഏത് ചാപ്റ്ററാണത്? റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന ചാപ്റ്റർ അല്ലേ. അപ്പോൾ യൂകാരിയോട്ടിക് സെല്ലിലെ റെസ്പിറേഷൻ ആണ് നിങ്ങൾ പഠിച്ചത്. അത് തന്നെയാണ് നിങ്ങൾക്ക് മാമൽസിലും മീൻസ് ആനിമൽസിലും അല്ലെങ്കിൽ ഹ്യൂമൻസിലും ഒക്കെ അപ്ലൈ ചെയ്യാനുള്ളത് അല്ലേ. സെയിം, വലിയ ഡിഫറൻസസ് ഒന്നുമില്ല. സോ എന്താണ് റെസ്പിറേഷൻ? എങ്ങനെയാണ് നിങ്ങൾ റെസ്പിറേഷനെ ഡിഫൈൻ ചെയ്യുക? നോർമലി ആളുകൾ പറയുന്ന ഒരു ഡെഫിനിഷൻ ആണ് റെസ്പിറേഷൻ ഈസ് ടേക്കിംഗ് ഇൻ ഓക്സിജൻ ആൻഡ് റിലീസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ഔട്ട് അല്ലേ. എന്നാൽ ഒരു ബയോളജി സ്റ്റുഡൻറ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സ്റ്റുഡൻറ് എങ്ങനെയാണ് റെസ്പിറേഷനെ ഡിഫൈൻ ചെയ്യുക? അത് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്. റെസ്പിറേഷൻ്റെ ഡെഫിനിഷൻ പഠിച്ചു അല്ലേ. 7th ക്ലാസ് ഓൺവേർഡ്സ് നിങ്ങൾ പഠിക്കുന്നതാണ് റെസ്പിറേഷൻ്റെ ഡെഫിനിഷൻ ആസ് ഇക്വേഷൻ. ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് റെസ്പിറേഷൻ്റെ ഡെഫിനിഷൻ ഇത് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക? മക്കളെ, നിങ്ങൾക്ക് അറിയാവോ, നമ്മുടെ ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസ് നമ്മൾ പെർഫോം ചെയ്യണമെങ്കിൽ നമുക്ക് എനർജി ആവശ്യമുണ്ട്. ഈ എനർജി നമുക്ക് കിട്ടുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നാണ്. ഇനി നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ എനർജി ഒബ്റ്റെയിൻ ചെയ്യുന്നത്? അതിന് ഫുഡ് ആദ്യം ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ചെന്നിട്ട് അതിൻ്റെ ഡൈജഷൻ നടക്കണം. എന്നിട്ട് കോംപ്ലക്സ് ന്യൂട്രിയൻസിൽ നിന്ന് സിമ്പിൾ ന്യൂട്രിയൻസ് ഫോം ചെയ്യണം. ഈ സിമ്പിൾ ന്യൂട്രിയൻസ് നമ്മുടെ സെൽസിലേക്ക്, നമ്മുടെ ഓരോ സെല്ലും അല്ലെങ്കിൽ ടിഷ്യൂസും അബ്സോർബ് ചെയ്യണം. എന്നിട്ട് അതിൽ നിന്നാണ്, സിമ്പിൾ ന്യൂട്രിയൻസിൽ നിന്നാണ് നമ്മൾ എനർജി ഒബ്റ്റെയിൻ ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ, സിമ്പിൾ ന്യൂട്രിയൻസിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾ എനർജി ഒബ്റ്റെയിൻ ചെയ്യാൻ പോകുന്നത്? അതിനുള്ള ഒരേ ഒരു പോംവഴിയാണ് റെസ്പിറേഷൻ അല്ലേ. അതിനുള്ള ഒരേ ഒരു പദ്ധതിയാണ് റെസ്പിറേഷൻ. ദാറ്റ് മീൻസ് നമ്മൾ റെസ്പിറേഷൻ്റെ ഡെഫിനിഷൻ കൊടുക്കുമ്പോൾ ഗ്ലൂക്കോസ് മോളിക്യൂളിനെയാണ് ഉപയോഗിക്കുക അല്ലേ. ഗ്ലൂക്കോസ് മോളിക്യൂൾ, ഗ്ലൂക്കോസ് ഈസ് കൺസിഡേർഡ് ആസ് എ പ്രൈം സോഴ്സ് ഓഫ് എനർജി. സോ ഗ്ലൂക്കോസിൻ്റെ ബ്രേക്ക് ഡൗൺ ആണ് റെസ്പിറേഷൻ എന്നും പറയാം. ഡെഫിനിഷനിൽ നിങ്ങൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ 7th ക്ലാസ് ഓൺവേർഡ്സ് നിങ്ങൾ പഠിച്ച ആ ഡെഫിനിഷൻ C6H12O6 എന്താണ്? ഗ്ലൂക്കോസ് പ്ലസ് 6 molecule of oxygen gives 6 molecules of carbon dioxide plus 6 molecules of water plus energy in the form of ATP അല്ലേ. ഇതാണ് റെസ്പിറേഷൻ്റെ ഇക്വേഷൻ. 1 molecule of glucose combines with 6 molecules of oxygen to give what? 6 molecules of carbon dioxide plus 6 molecules of water plus ATP. അപ്പോൾ മെയിനായിട്ട് ഫോം ചെയ്യേണ്ട ആൾ എന്താണ്? ATP ആണ് അല്ലേ, എനർജിയാണ്. ആ എനർജി ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻ ദ ഫോം ഓഫ് ATP. ഇനി 1 molecule ഓഫ് ഗ്ലൂക്കോസിന്റെ ബ്രേക്ക് ഡൗൺ നടക്കുമ്പോൾ എത്ര മോളിക്യൂൾസ് ഓഫ് ATP ജനറേറ്റഡ് ആകുന്നുണ്ട്? നിങ്ങൾ കമന്റ് ചെയ്യണേ. ബിക്കോസ് ഓൾറെഡി നമ്മൾ ഇതെല്ലാം പഠിച്ചതാണ്. എത്ര മോളിക്യൂൾസ് ഓഫ് ATP ഫോം ചെയ്യുന്നുണ്ട് ഫ്രം 1 molecule ഓഫ് ഗ്ലൂക്കോസ്? അത് 38 ആണോ, 36 ആണോ, 32 ആണോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. എനിക്കറിയാം ആൻസർ. ഓക്കെ, അപ്പോൾ മെയിൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എനർജിയാണ്. ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഫോം ഓഫ് ATP. അതിൻ്റെ കൂടെ കുറച്ച് അഡീഷണൽ പ്രോഡക്ട്സും ഫോം ചെയ്യുന്നുണ്ട്, ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ഇതിൽ കാർബൺ ഡൈ ഓക്സൈഡ് വേസ്റ്റ് പ്രോഡക്റ്റ് ആണ്, നമുക്കറിയാം. അത് നമ്മൾ പുറത്തേക്ക് എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്, ബ്രീത്ത് ഔട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ, സോ ഗ്ലൂക്കോസ് മോളിക്യൂളിന്റെ ബ്രേക്ക് ഡൗൺ നടക്കണമെങ്കിൽ ആരാവശ്യമാണ്? എന്താവശ്യമാണ്? ഓക്സിജൻ ആവശ്യമാണ് അല്ലേ. അതിനാണ് നമ്മൾ ഓക്സിജൻ അകത്തേക്ക് എടുക്കുന്നത്. ഓക്കെ, സോ എങ്ങനെയാണ് നമ്മൾ റെസ്പിറേഷനെ ഡിഫൈൻ ചെയ്യുക? റെസ്പിറേഷൻ ഈസ് ദ ഓക്സിഡേഷൻ ഓർ കംപ്യൂഷൻ ഓഫ് ഓർഗാനിക് മോളിക്യൂൾസ് ഓഫ് ഫുഡ് ടു റിലീസ് എനർജി ഫോർ ബയോളജിക്കൽ ആക്ടിവിറ്റീസ്. നമ്മുടെ ബയോളജിക്കൽ ആക്ടിവിറ്റീസ്, മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ പെർഫോം ചെയ്യണമെങ്കിൽ എനർജി കിട്ടണം. ആ എനർജി നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്ന റെസ്പിറേഷനിലൂടെയാണ്. സോ ഇറ്റ് ഈസ് ദ ഓക്സിഡേഷൻ, ഓക്സിജൻ ആഡ് ചെയ്യുന്നൊരു പ്രോസസ് ആണ് ഇതല്ലേ. ഓക്സിഡേഷൻ ഓഫ് ഓർഗാനിക് മോളിക്യൂൾസ് ഓഫ് ഫുഡ് ടു റിലീസ് എനർജി ഫോർ ബയോളജിക്കൽ ആക്ടിവിറ്റീസ്. സിമ്പിൾ ഡെഫിനിഷൻ, എല്ലാ കാര്യവും മനസ്സിലാകും അല്ലേ. ഓക്കെ, ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. ആൻഡ് യു നോ ദാറ്റ് റെസ്പിറേഷൻ ഈസ് എ കാറ്റബോളിക് പ്രോസസ്. ഗ്ലൂക്കോസ് മോളിക്യൂളിന്റെ ബ്രേക്ക് ഡൗൺ ആണ് നടക്കുന്നത് അല്ലേ. കാറ്റബോളിസും അനാബോളിസും ഒക്കെ നിങ്ങൾ പഠിച്ചതാണ്. ഒരു മോളിക്യൂളിന്റെ സ്പ്ലിറ്റിംഗ് ആണ്, ബ്രേക്ക് ഡൗൺ ആണ് നടക്കുന്നെങ്കിൽ അത് കാറ്റബോളിക് പ്രോസസ് ആണ്. അല്ല, ഒരു മോളിക്യൂൾ സിന്തസൈസ്ഡ് ആകുകയാണെങ്കിൽ അത് അനാബോളിക് പ്രോസസ് ആണ്.
സോ ഇവിടെ ഗ്ലൂക്കോസ് മോളിക്യൂൾ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണ്. സോ ഇറ്റ് ഈസ് എ കാറ്റബോളിക് പ്രോസസ്. ആൻഡ് എന്താണ് റെസ്പിറേഷനും ബ്രീതിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്? എന്താണ് ബ്രീതിങ് എന്ന് പറഞ്ഞാൽ? ബ്രീതിങ് എന്താണ്? ടേക്കിംഗ് ഇൻ ഓക്സിജൻ ആൻഡ് റിലീസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ഔട്ട്, അതാണ് ബ്രീതിങ്. ആൻഡ് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് റെസ്പിറേഷൻ. റെസ്പിറേഷൻ്റെ ഒരു പാർട്ടാണ് ബ്രീതിങ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് സെപ്പറേറ്റ്ലി റെസ്പിറേഷനും ഡിഫൈൻ ചെയ്യാൻ അറിയാം, ബ്രീതിങ്ങും ഡിഫൈൻ ചെയ്യാൻ അറിയാം. റെസ്പിറേഷൻ എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ബ്രീതിങ് റെസ്പിറേഷൻ ഒരു പാർട്ടാണ്. ബിക്കോസ് റെസ്പിറേഷൻ നമുക്ക് ഓക്സിജൻ ആവശ്യമുണ്ട് അല്ലേ? അതിന് വേണ്ടിയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് ബ്രീതിങ്. എക്സ്ചേഞ്ച് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്സിജൻ നമ്മൾ അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമ്മുടെ ബോഡിക്കകത്തേക്ക് എടുക്കുന്നു. ആൻഡ് റെസ്പിറേഷൻ വഴി ഫോം ചെയ്യുന്ന ആ വേസ്റ്റ് പ്രോഡക്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ സെൽസിൽ നിന്ന് അല്ലെങ്കിൽ ടിഷ്യൂസിൽ നിന്ന് നീക്കം ചെയ്യേണ്ടതുണ്ട്. സോ നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ ബ്രീതിങ് എന്ന് പറഞ്ഞാൽ ടേക്കിംഗ് ഇൻ ഓക്സിജൻ ആൻഡ് റിലീസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ഔട്ട് അല്ലേ? ഇത്രയുള്ള. അടുത്തത് റെസ്പിറേറ്ററി ഓർഗൻസ് ഇൻ ഡിഫറെന്റ് ഓർഗാനിസംസ്. ഇപ്പൊ എല്ലാ ഓർഗാനിസംസിലും സെയിം റെസ്പിറേറ്ററി ഓർഗൻസ് ആണോ? അല്ല. നമ്മുടെ റെസ്പിറേറ്ററി ഓർഗൻസ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡൗട്ട് ഇല്ലാതെ നമ്മൾ പറയും ഞങ്ങളുടെ റെസ്പിറേറ്ററി ഓർഗൻസ് ലങ്സ് ആണ്. വേറെ ഓർഗാനിസംസിന്റെ റെസ്പിറേറ്ററി ഓർഗൻസ് നിങ്ങൾക്ക് ആലോചിക്കാതെ പറയാൻ പറ്റുമോ? ഫിഷസിന് നിങ്ങൾക്ക് പറയാൻ പറ്റൂ അല്ലേ? ഗിൽസ് ആർ ദ റെസ്പിറേറ്ററി ഓർഗൻസ് ഇൻ ഫിഷസ്. അതല്ലാതെ എന്തൊക്കെയാണ് റെസ്പിറേറ്ററി ഓർഗൻസ് ഇൻ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഗാനിസംസ് നിങ്ങൾക്ക് റികളക്ട് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, അല്ലാതെ പറയാൻ പറ്റില്ല അല്ലേ? ഓക്കെ, സോ ഈ റെസ്പിറേറ്ററി ഓർഗൻസ് എന്തായിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ മെക്കാനിസം ഓഫ് ബ്രീതിങ് എങ്ങനെയായിരിക്കണം എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഹാബിറ്റാറ്റ്, ആ ഓർഗാനിസത്തിന്റെ ഹാബിറ്റാറ്റ്. രണ്ടാമത്തേത് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. ഞാൻ അത് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ ഹാബിറ്റാറ്റ് മെയിൻലി 2 ഹാബിറ്റാറ്റ്സ് നമ്മൾ പറയുന്നുണ്ട്, ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റും അക്വാറ്റിക് ഹാബിറ്റാറ്റും കോമൺ ആയിട്ട് പറയുന്നു. ഇപ്പോൾ ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടായിരിക്കും റെസ്പിറേറ്ററി ഓർഗൻസ് വരിക. മെയിനായിട്ടും ലങ്സ് ആർ ദ റെസ്പിറേറ്ററി ഓർഗൻസ് ടെറസ്ട്രിയൽ ഓർഗാനിസംസ്. അക്വാറ്റിക് ഹാബിറ്റാറ്റ് ആണെങ്കിൽ വാട്ടർ മീഡിയത്തിലാണ് ആ ഓർഗാനിസം എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ റെസ്പിറേറ്ററി ഓർഗൻസും വരിക. ഫോർ എക്സാമ്പിൾ ഗിൽസ് ആർ ദ റെസ്പിറേറ്ററി ഓർഗൻസ് ഇൻ കോമൺ റെസ്പിറേറ്ററി ഓർഗൻസ് ഇൻ അക്വാറ്റിക് ഓർഗാനിസംസ് അല്ലേ? സോ ഹാബിറ്റാറ്റ് ഒരു ഘടകമാണ്. എന്തിനാ? മെക്കാനിസം ഓഫ് ബ്രീതിങ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഓർഗൻസ് ഏതായിരിക്കണം എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നതിന് അല്ലേ? ആൻഡ് രണ്ടാമത്തേത് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. അതായത് ആ ഓർഗാനിസത്തിന്റെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അത് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണോ ഫോളോ ചെയ്യുന്നത്, അതോ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണോ, അതോ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണോ, അതോ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണോ? അതായത് സിമ്പിൾ ഓർഗാനിസം ആണോ അതോ കോംപ്ലക്സ്ഡ് ഓർഗാനിസം ആണോ അല്ലേ? സിമ്പിൾ ടു കോംപ്ലക്സ്, അതിനനുസരിച്ചിട്ടും ഈ റെസ്പിറേറ്ററി ഓർഗൻസ് വേരി ചെയ്യും. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് റെസ്പിറേറ്ററി ഓർഗൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഗാനിസംസ്. നമ്മൾ ഹ്യൂമൻ ഫിസിയോളജി അല്ലേ പഠിക്കുന്നത്. സോ ആനിമൽസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി അല്ലേ? അപ്പോൾ കിങ്ഡം ആനിമയിലേക്ക് 2 മേജർ ഡിവിഷൻസ് ഉണ്ട്. നിങ്ങൾ പഠിച്ചു ഇൻവെർട്ടിബ്രേറ്റ്സ്, വെർട്ടിബ്രേറ്റ്സ്. ഇൻവെർട്ടിബ്രേറ്റാ വെർട്ടിബ്രേറ്റാ, നട്ടലില്ലാത്തവർ നട്ടലുള്ളവർ. ഇൻവെർട്ടിബ്രേറ്റ്സ് എന്ന് പറയുന്നത് ലോവർ ഓർഗാനിസംസ് ആണെന്ന് അറിയാം, സിമ്പിൾ ഓർഗാനിസംസ് ആണെന്ന് അറിയാം. വെർട്ടിബ്രേറ്റ്സ് കോംപ്ലക്സ്ഡ് ഓർഗാനിസംസ് ആണെന്ന് അറിയാം അല്ലേ? ആൻഡ് ഇൻവെർട്ടിബ്രേറ്റഡ് ഡിഫറെന്റ് ഡിവിഷൻസ് നിങ്ങൾ പഠിച്ചു, ഡിഫറെന്റ് ഫൈലംസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ് ഒന്ന് പറഞ്ഞേ. ഫൈലം പോറിഫെറ, സിലിൻഡ്രേറ്റ, പ്ലാറ്റിഹെൽമിന്തസ്, അഷ്വൽമിന്തസ്, അനലിഡ, ആർത്രോപോഡ, മൊലസ്ക, എഗ്നോഡെർമേറ്റ, ഹെമികോഡേറ്റ. ഇത്രയും ഡിവിഷൻസ് നിങ്ങൾ പഠിച്ചില്ലേ? ആൻഡ് വെർട്ടിബ്രേറ്റഡ് ഡിഫറെന്റ് ക്ലാസ്സസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ക്ലാസ് പിസസ്, ഫിഷസ്, ആംഫിബിയൻസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ്, മാമൽസ് അല്ലേ? ഓക്കെ, അപ്പൊ ഇത്രയും ഗ്രൂപ്പ്സ് ഓഫ് ഓർഗാനിസംസിൽ ഇങ്ങനെ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഉണ്ടല്ലേ? ഇവരിൽ എങ്ങനെയാണ് റെസ്പിറേറ്ററി ഓർഗൻസ് വരിക? ഏതൊക്കെയാണ് അവരുടെ റെസ്പിറേറ്ററി ഓർഗൻസ് നമുക്ക് നോക്കാം. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ബോഡി സർഫസ്. ഞാൻ ഫസ്റ്റ് ഇവിടെ കൊടുത്തേക്കുന്ന ബോഡി സർഫസ് ആണ്. അത് സിമ്പിൾ ഓർഗാനിസംസിലാണ് കാണപ്പെടുന്നത്, ലൈക്ക് ഇൻവെർട്ടിബ്രേറ്റ്സിൽ. ആ ഇൻവെർട്ടിബ്രേറ്റ്സിൽ തന്നെ ലോവർ ഇൻവെർട്ടിബ്രേറ്റ്സിലാണ്, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഓർഗാനിസംസിലാണ് നമുക്ക് ബോഡി സർഫസ് റെസ്പിറേറ്ററി ഓർഗൻസ് ആയിട്ട് കാണാൻ പറ്റുക. ദാറ്റ് മീൻസ് ഇവരുടെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് സെല്ലുലാർ ലെവലാണ് അല്ലേ? പ്രോപ്പർ ആയിട്ടുള്ള ഓർഗൻ സിസ്റ്റംസ് അല്ലെങ്കിൽ ഓർഗൻസ് ഒന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല. സോ ബോഡി സർഫസ് ആക്ട് ആസ് ദ റെസ്പിറേറ്ററി ഓർഗൻ. സോ സം ഓർഗാനിസംസ് എക്സ്ചേഞ്ച് oxygen and carbon dioxide by simple diffusion over their entire body surface. അപ്പോൾ സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയാണ് ഓക്സിജൻ അകത്തേക്ക് പോകുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുന്നത് അല്ലേ? ബോഡി സർഫസ് ആണ് റെസ്പിറേറ്ററി ഓർഗൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ഓർഗാനിസംസ് ആണ് സിംപ്ലസ്റ്റ് ആയിട്ടുള്ള? ദാറ്റ് മീൻസ് ലോവർ ഇൻവെർട്ടിബ്രേറ്റ്സ്, പോറിഫെറ, ഫൈലം പോറിഫെറ, ദാറ്റ് മീൻസ് സ്പോഞ്ചസ്, പ്ലാറ്റിഹെൽമിന്തസ് കൊടുത്തിട്ടുണ്ട്, പിന്നെ സിലിൻഡ്രേറ്റ അല്ലേ?
Then Ashwalminthas. അപ്പോൾ ഇവരിലൊക്കെ Ashwalminthas means round worms. ഇവരിലൊക്കെ ബോഡി സർഫസ് ആക്ട് ആസ് എ റെസ്പിറേറ്ററി ഓർഗൻ. മനസ്സിലായോ? ഇനി അടുത്ത റെസ്പിറേറ്ററി ഓർഗൻ ഏതാണ്? ക്യൂട്ടിക്കിൾ ഓഫ് സ്കിൻ. നിങ്ങൾ പ്ലാന്റ്സിലെ ക്യൂട്ടിക്കിൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എപ്പിഡെർമസ് സെൽസിന് പുറമേ കാണുന്ന ഒരു വാക്സി കോട്ടിങ്. എന്തിനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? ടു പ്രിവെന്റ് വാട്ടർ ലോസ് അല്ലേ? അതുപോലെ ആനിമൽസിന്റെ പുറമേ ഒരു മോയിസ്റ്റ് കോട്ടിങ് കാണാനായിട്ട് പറ്റും ബോഡി സർഫസിൽ. അതിനെ നമുക്ക് ക്യൂട്ടിക്കിൾ എന്ന് വിളിക്കാം. അതുവഴി ആനിമൽസിനെ റെസ്പിയർ ചെയ്യാൻ പറ്റുന്നു എങ്കിൽ അതിനെ നമുക്ക് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്ന് പറയാം. So if the organism can respire through the cuticle of the skin, then it is known as cutaneous respiration. അപ്പോൾ ഇത് ആരിലാണ് കാണപ്പെടുന്നത്? അടുത്ത ഇൻവെർട്ടിബ്രേറ്റ അല്ലെ? ദാറ്റ് മീൻസ് അടുത്ത ഫൈലം, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫൈലം അനലിഡ. അനലിഡ്സിലാണ് നമുക്ക് ഈ ഒരു കൈൻഡ് ഓഫ് റെസ്പിറേഷൻ കാണാനായിട്ട് പറ്റുക, ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ. എക്സാമ്പിൾ, അനലിഡ്സിലെ എക്സാമ്പിൾ പറഞ്ഞേ. എർത്ത് വോംസ്, ലീച്ച് അല്ലെ? എർത്ത് വോംസ് യൂസ് ദെയർ മോയിസ്റ്റ് ക്യൂട്ടിക്കിൾ ഫോർ റെസ്പിറേഷൻ. യെസ്. ഇനി അടുത്ത ഗ്രൂപ്പ് ഏതാണ്? ആർത്രോപോഡ്സ്. ഏറ്റവും ലാർജസ്റ്റ് ഫൈലമാണിത് അല്ലേ? ഇതിന് ഡിഫറെൻറ്റ് ഡിവിഷൻസും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ലൈക്ക് ഇൻസെക്ട്സ്, ക്രസ്റ്റേഷ്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ? അപ്പോൾ ആർത്രോപോഡ്സിലെ റെസ്പിറേറ്ററി ഓർഗൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട് കേട്ടോ. ബിക്കോസ് ആർത്രോപോഡ എന്ന് പറയുന്നത് ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ ലാർജ് ഫൈലം അല്ലേ? അപ്പോൾ അതിനകത്ത് ഒരുപാട് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് വരുന്നുണ്ട്, ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. സോ ചിലരിൽ ട്രക്കിയൽ ട്യൂബ്സ് ഒരു ട്രക്കിയ ആക്ട് ആസ് എ റെസ്പിറേറ്ററി ഓർഗൻസ്. ചില ആർത്രോപോഡ്സിൽ നമുക്ക് ട്രക്കിയൽ ട്യൂബ്സ് കാണാനായിട്ട് പറ്റും. ആൻഡ് ചിലരിൽ ഗിൽസ് ആക്ട് ആസ് എ റെസ്പിറേറ്ററി ഓർഗൻ. ചിലരിൽ ബുക്ക് ഗിൽസ് കാണാൻ പറ്റും, ചിലരിൽ ബുക്ക് ലങ്സ് കാണാൻ പറ്റും. അപ്പോൾ ഇത് എന്തൊക്കെയാണ് നമുക്ക് നോക്കണ്ടേ? ഓഫ് കോഴ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു ചില ആർത്രോപോഡ്സിൽ ട്രക്കിയൽ ട്യൂബ്സ് ആക്ട് ആസ് എ റെസ്പിറേറ്ററി ഓർഗൻസ്. അപ്പോൾ എന്താണ് ട്രക്കിയൽ ട്യൂബ്സ് എന്ന് പറഞ്ഞാൽ? കുറെ ട്യൂബ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് അല്ലേ? നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇതാ ട്രക്കിയ എന്ന് പറഞ്ഞ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ട്രക്കിയൽ ട്യൂബ്സ്. ഈ ട്യൂബ്സിന്റെ ഒക്കെ അറ്റത്ത് എൻഡിങ്ങിൽ ഒരു ഓപ്പണിംഗ് കാണാനായിട്ട് പറ്റും. ഇതിനെ നമ്മൾ സ്പൈറക്കിൾസ് എന്ന് വിളിക്കും. ഓക്കെ, ആ ബോഡി സർഫസിനോട് ചേർന്നിട്ടാണ് ഈ ഒരു സ്പൈറക്കിൾസ് കാണപ്പെടുക. ഓക്കെ, ഈ സ്പൈറക്കിൾസ് വഴി ഓക്സിജൻ അകത്തേക്ക് പോകും. മനസ്സിലായോ? എങ്ങോട്ടാ? ഈ ട്രക്കിയൽ ട്യൂബിലേക്ക് പോകും. ഓക്കെ, സോ ട്രക്കിയൽ ട്യൂബ്സ് ആർ എ നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്സ് ഓപ്പൺ ടു ദ ഔട്ട്സൈഡ് അറ്റ് സ്പൈറക്കിൾസ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ട്രക്കിയൽ ട്യൂബ്സ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം, ആൻഡ് സ്പൈറക്കിൾസ് എന്താണെന്നും മനസ്സിലാക്കിയിരിക്കണം. ട്രക്കിയൽ ട്യൂബ്സിന്റെ അറ്റത്ത് കാണുന്ന ഓപ്പണിങ്സ് ആണല്ലേ ടു ടേക്ക് ഓക്സിജൻ ഇൻസൈഡ്, അല്ലെങ്കിൽ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ചേഞ്ചിനുള്ള ഓപ്പണിങ്സ് ആണ് സ്പൈറക്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ ആർത്രോപോഡ്സിലെ ഇൻസെക്ട്സിലാണ് ഈ ഒരു ടൈപ്പ് ഓഫ് റെസ്പിറേറ്ററി ഓർഗൻസ് കാണാനായിട്ട് പറ്റുക. കോക്രോച്ച്, ഗ്രാസ് ഹോപ്പർ എക്സെട്ര. സോ ട്രക്കിയൽ ട്യൂബ്സ് ആർ ദ റെസ്പിറേറ്ററി ഓർഗൻസ് ഇൻ ഇൻസെക്ട്സ്. മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, നിങ്ങൾ സ്പൈറക്കിളും ട്രക്കിയം എന്താണെന്ന് മനസ്സിലാക്കിയില്ലേ? ഇതാ വലിയൊരു ഓപ്പണിംഗ് കണ്ടോ സ്പൈറക്കിൾ, ട്രക്കിയൽ ട്യൂബിന്റെ അറ്റത്ത്. ദിസ് ഈസ് സ്പൈറക്കിൾ. അതിനെ ട്രക്കിയൽ ട്യൂബ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഡിഫറെന്റ് ബ്രാഞ്ചസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കേട്ടോ. ജസ്റ്റ് അത്ര അറിഞ്ഞാൽ മതിയേ. ഓക്കെ, ഇനി അടുത്ത റെസ്പിറേറ്ററി ഓർഗൻസ് എന്തൊക്കെയാണ് പറഞ്ഞത്? ചിലർക്ക് ഗിൽസ് ഉണ്ടെന്ന് പറഞ്ഞു, ചിലർക്ക് ബുക്ക് ഗിൽസ് ഉണ്ടെന്ന് പറഞ്ഞു, ചിലർക്ക് ബുക്ക് ലങ്സ് ഉണ്ടെന്ന് പറഞ്ഞു. നോക്കാം ആരിലൊക്കെയാണ് ഈ പറഞ്ഞ റെസ്പിറേറ്ററി ഓർഗൻസ് കാണപ്പെടുന്നതെന്ന്. ഗിൽസ് കാണപ്പെടുന്നത് അക്വാട്ടിക് ആർത്രോപോഡ്സിലാണ് കേട്ടോ, ലൈക്ക് ക്രസ്റ്റേഷ്യൻസിലാണ് ഗിൽസ് കാണപ്പെടുന്നത്. ഗിൽസ് ആർ ദ റെസ്പിറേറ്ററി ഓർഗൻസ് ഇൻ അക്വാട്ടിക് ആർത്രോപോഡ്സ് ലൈക്ക് ക്രസ്റ്റേഷ്യൻസ്. എക്സാമ്പിൾ പ്രോൺസ്. കണ്ടോ ഗിൽസ് ആർ ദ റെസ്പിറേറ്ററി ഓർഗൻസ് ഇൻ അക്വാട്ടിക് ആർത്രോപോഡ്സ്. അടുത്തത് ബുക്ക് ഗിൽസ് ആണ്. ഇത് ഗിൽസിന്റെ ഒരു മോഡിഫൈഡ് വേർഷൻ ആണ്. ഓക്കെ, മോഡിഫൈഡ് വേർഷൻ ഓഫ് ഗിൽസ്. ഇവിടെ കുറച്ച് മെംബ്രേനിയസ് ഫോൾസ് ഉണ്ട്. അത് ഒരു ബുക്കിന്റെ പേജസ് എങ്ങനെയാണോ ഇരിക്കുക അതുപോലെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മെംബ്രേനിയസ് ഫോൾസ് അറേഞ്ച്ഡ് ലൈക്ക് ലീവ്സ് ഓഫ് എ ബുക്ക്. കാണപ്പെടുന്ന ആരിലാണ്? എക്സാമ്പിൾ നിങ്ങൾ പഠിക്കണം കേട്ടോ. മറൈൻ ആർത്രോപോഡ് ലിമുലസ്. അതിന് നമുക്ക് ഹോഴ്സ് ഷൂ ക്രാബ് എന്നും വിളിക്കാം, ലിമുലസ് ഓർ ഹോഴ്സ് ഷൂ ക്രാബ്. ആൻഡ് ഇതിന് നമ്മൾ ലിവിങ് ഫോസിൽ എന്ന് പറയാറുണ്ട് കേട്ടോ. ഇറ്റ് ഈസ് എ ലിവിങ് ഫോസിൽ. ലിമുലസ് ഈസ് എ ലിവിങ് ഫോസിൽ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അടുത്തത് ബുക്ക് ലങ്സ് ആണ്. ഇത് കാണപ്പെടുന്ന ടെറസ്ട്രിയൽ ആർത്രോപോഡ്സിലാണ്. ടെറസ്ട്രിയൽ ആകുമ്പോഴാണല്ലോ ലങ്സ് റെസ്പിറേറ്ററി ഓർഗനായിട്ട് വരിക. യെസ്, അപ്പോൾ ഇൻ ടെറസ്ട്രിയൽ ആർത്രോപോഡ്സ് ലൈക്ക് സ്പൈഡർ ആൻഡ് സ്കോർപിയൻ, അരക്നിഡ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്, അരക്നിഡ. അതിലാണ് നമ്മൾ ഈ ബുക്ക് ലങ്സ് റെസ്പിറേറ്ററി ഓർഗനായിട്ട് കാണുക കേട്ടോ. ഇനി എന്താണ് ബുക്ക് ലങ്സ് എന്ന് പറഞ്ഞാൽ? മോഡിഫൈഡ് വേർഷൻ ഓഫ് ലങ്സ് അല്ലേ. ഇവിടെ എന്താണ്, എങ്ങനെയാണ് ലങ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? ലൈക്ക് ദ പേജസ് ഓഫ് എ ബുക്ക്. ഇതുപോലെ തന്നെ ഈ ഇവിടെ ബുക്ക് ഗിൽസ് പഠിച്ചില്ലേ, അതുപോലെയാണ്
ബുക്ക് ലങ്സിലും ലങ്സിന്റെ അറേഞ്ച്മെന്റ് വരിക ലൈക്ക് ദ പേജസ് ഓഫ് എ ബുക്ക്. ഈച്ച് ബുക്ക് ലങ് കൺസിസ്റ്റ് ഓഫ് എ സീരീസ് ഓഫ് തിൻ പ്ലേറ്റ്സ്. കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, തിൻ പ്ലേറ്റ്സ് that are highly vascular. Vascular എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ബ്ലഡ് സപ്ലൈ ഉണ്ട്, richly supplied with blood and are arranged in relation to each other like the pages of a book. ബുക്കിന്റെ പേജസ് പോലെയാണ് ഈ ലങ്സ് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ബുക്ക് ലങ്സ് എന്ന് വിളിക്കുക. ആരിലാണ് കാണപ്പെടുന്നത്? സ്പൈഡർ ആൻഡ് സ്കോർപിയൻ. അപ്പൊ നമ്മൾ ആർത്രോപോഡ്സിലെ ഡിഫറെന്റ് റെസ്പിറേറ്ററി ഓർഗൻസ് പറഞ്ഞു. ട്രക്കിയൽ ട്യൂബ്സ് ആരിലാണ് കാണപ്പെടുന്നത്? ഇൻസെക്ട്സിൽ അല്ലെ, കോക്രോച്ച്, ഗ്രാസ് ഹോപ്പർ ഒക്കെ. ഗിൽസ് പറഞ്ഞു, എക്സാമ്പിൾ ഓർക്കുക, പ്രോൺസ്, അക്വാട്ടിക് ആർത്രോപോഡ്സ് അല്ലെ. പിന്നെ നമ്മൾ ബുക്ക് ഗിൽസ് പറഞ്ഞു, മോഡിഫൈഡ് വേർഷൻ ഓഫ് ഗിൽസ് ആരിലാണ് കാണപ്പെടുക? ലിമുലസ് എന്ന് പറഞ്ഞ ഒരു ഓർഗാനിസം അല്ലെ, മറൈൻ ആർത്രോപോഡ് ആണത്. അടുത്തത് ബുക്ക് ലങ്സ് ആണ് പറഞ്ഞത്, അത് കാണപ്പെടുന്ന ടെറസ്ട്രിയൽ ആർത്രോപോഡ്സിലാണ്. എക്സാമ്പിൾ സ്പൈഡർ ആൻഡ് സ്കോർപിയൻ അല്ലെ. ഓക്കെ, അപ്പൊ ആർത്രോപോഡ്സിലെ കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത ഗ്രൂപ്പ് ഏതാണ് ആഫ്റ്റർ ആർത്രോപോഡ? മൊളസ്ക അല്ലെ. മൊളസ്കയിലെ റെസ്പിറേറ്ററി ഓർഗൻസ് ഏതൊക്കെയാണ്? അക്വാട്ടിക് ആണെങ്കിൽ ടെനീഡിയ ആക്ട് ആസ് എ റെസ്പിറേറ്ററി ഓർഗൻസ്. ഒന്നുമില്ല കേട്ടോ, ഗിൽസ് തന്നെയാണ് ഇതായി കൊടുത്തേക്കുന്നത്. ഗിൽസ് ഓർ ടെനീഡിയ act as a respiratory organs in aquatic mollusks. And terrestrial ആണെങ്കിലോ pulmonary sac or lungs act as a respiratory organs. അപ്പോൾ രണ്ട് കൈൻഡ് ഉണ്ട്, അത് അക്വാട്ടിക് ആണോ ടെറസ്ട്രിയൽ ആണോ എന്നതിനെ ബേസ് ചെയ്തിട്ട് അല്ലേ. അക്വാട്ടിക് ആണെങ്കിൽ ടെനീഡിയ, ടെറസ്ട്രിയൽ ആണെങ്കിൽ പൾമോണറി സാക്സ് ഓർ ലങ്സ്. അടുത്ത ഗ്രൂപ്പ് എക്കാനോഡോംസ് അല്ലേ. എക്കാനോഡോമേറ്റിൽ എങ്ങനെയാണ് റെസ്പിറേറ്ററി ഓർഗൻസ് വരിക? അതിലും ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എക്കാനോഡോംസിലും ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല എന്ത് റെസ്പിറേറ്ററി ഓർഗൻ ആണ് എക്കാനോഡേംസിൽ ഉള്ളതെന്ന്. കോമൺലി നിങ്ങൾ പറയുമ്പോൾ ട്യൂബ് ഫീറ്റ് പറഞ്ഞാൽ മതി. നിങ്ങൾ സ്റ്റാർ ഫിഷിന്റെ സ്ട്രക്ചർ ഒക്കെ പഠിച്ചാണല്ലോ, വാട്ടർ വാസ്കുലർ സിസ്റ്റം ഒക്കെ പഠിച്ചല്ലോ. സോ ട്യൂബ് ഫീറ്റ് കോമൺ ആയിട്ട് ട്യൂബ് ഫീറ്റ് നിങ്ങൾക്ക് എഴുതാം. അല്ല നമുക്ക് സ്പെഷ്യൽ ആയിട്ട് പറയണമെങ്കിൽ ഡിഫറെന്റ് ഓർഗാനിസംസിൽ പറയണമെങ്കിൽ എക്കാനോഡേംസിൽ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് നമുക്ക് നോക്കാം. ഇപ്പോൾ സ്റ്റാർ ഫിഷിലാണെങ്കിൽ ഏതൊക്കെയാണ് റെസ്പിറേറ്ററി ഓർഗൻസ് വരിക നോക്കാം. ഡെർമൽ ബ്രാങ്കിയ ഓർ പാപ്യുലേ ഓർ ട്യൂബ് ഫീറ്റ്, ഇതൊക്കെ വഴിയാണ് അവർ റെസ്പയർ ചെയ്യുന്നത് കേട്ടോ. ഡെർമൽ ബ്രാങ്കിയ ഓർ പാപ്യുലേ ഓർ ട്യൂബ് ഫീറ്റ്. ആൻഡ് സീ ഓർച്ചിനിലാണെങ്കിൽ പെരിസ്റ്റോമിയൽ ഗിൽസ് ആക്ട് ആസ് റെസ്പിറേറ്ററി ഓർഗൻസ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. പിന്നെ ബ്രിട്ടിൽ സ്റ്റാർ ആണെങ്കിൽ ജെനിറ്റൽ ബേഴ്സെ ആക്ട് ആസ് റെസ്പിറേറ്ററി ഓർഗൻസ്. സീ ക്യൂക്കംബറിലാണെങ്കിൽ ക്ലോയിക്കൽ ട്രീസ് ആക്ട് ആസ് റെസ്പിറേറ്ററി ഓർഗൻസ്. ഇത് സെപ്പറേറ്റ് നിങ്ങൾ കാണാതെ പഠിക്കണം എന്ന് ഞാൻ പറയില്ല, പക്ഷെ ജസ്റ്റ് ട്യൂബ് ഫീറ്റ് എങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. ഓക്കെ, അടുത്ത ഗ്രൂപ്പ് ലാസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻവെർട്ടിബ്രേറ്റ. ഇൻവെർട്ടിബ്രേറ്റയിൽ ലാസ്റ്റ് ആൾക്കാർ ആരാണ്? ഹെമികോഡേറ്റ്സ് അല്ലെ. ഹെമികോഡേറ്റ ആണ്. അവരുടെ റെസ്പിറേറ്ററി ഓർഗൻസ് എന്താണ്? ഗിൽ സ്ലിറ്റ്സ്. അതിനെ നമുക്ക് ഫരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ് എന്ന് വിളിക്കാം. ഗിൽ സ്ലിറ്റ്സ് ആക്ട് ആസ് റെസ്പിറേറ്ററി ഓർഗൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഗിൽ സ്ലിറ്റ്സ്. അപ്പോൾ ഹെമികോഡേറ്റ്സിന് ഇൻവെർട്ടിബ്രേറ്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്, അതുപോലെ തന്നെ കോഡേറ്റ്സിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സും അവർ കാണിക്കുന്നുണ്ട് അല്ലേ. ഈ ഫരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ് നമുക്കും ഉണ്ട് കേട്ടോ എംബ്രിയോണിക് സ്റ്റേജിൽ. അപ്പൊ ഹെമികോഡേറ്റ്സിന്റെ റെസ്പിറേറ്ററി ഓർഗൻസ് എന്താണ്? ഫരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ്. ഹെമികോഡേറ്റ്സിന്റെ എക്സാമ്പിൾ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ, ബെലാനോഗ്ലോസസ് ഇതാണ് എക്സാമ്പിൾ ഓഫ് ഹെമികോഡേറ്റ. ഓക്കെ, അടുത്തത് കോഡേറ്റ്സ്, കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് അല്ലേ. കോഡേറ്റ്സിലെ ഡിഫറെന്റ് ഗ്രൂപ്പ്സ്, ഡിഫറെന്റ് ക്ലാസ്സസിൽ എങ്ങനെയാണ് റെസ്പിറേറ്ററി ഓർഗൻസ് വരിക നമുക്ക് നോക്കാം. ഗിൽസ് ആർ ദ റെസ്പിറേറ്ററി ഓർഗൻസ് ഇൻ ഫിഷസ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. ആൻഡ് ഇനി ആംഫിബിയൻസിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഫ്രോഗ് എടുക്കുകയാണെങ്കിൽ ഡിഫറെന്റ് റെസ്പിറേറ്ററി ഓർഗൻസ് ഇങ്ങോട്ട് കാണാനായിട്ട് പറ്റും അല്ലേ. ഇപ്പോൾ ഫ്രോഗിന്റെ ലാർവ, ടാഡ്പോൾ ലാർവ, അത് റെസ്പയർ ചെയ്യുന്നത് ഗിൽസ് വഴിയാണ്. ഗിൽസ് ആർ ദ റെസ്പിറേറ്ററി ഓർഗൻസ് ഇൻ ടാഡ്പോൾ ലാർവ. ലാർവ അഡൽട്ട് ആയിട്ട് മാറുമ്പോൾ മെയിൻലി ലങ്സ് ആർ ദ റെസ്പിറേറ്ററി ഓർഗൻസ് ഇൻ ആംഫിബിയൻസ്. ഈ ലാർവ അഡൽട്ട് ആയിട്ട് മാറുമ്പോൾ ലങ്സ് ആണ് റെസ്പിറേറ്ററി ഓർഗൻസ് ആയിട്ട് നിൽക്കുക. അതുപോലെ തന്നെ സ്കിന്നും ഉണ്ട്. ദേ ക്യാൻ റെസ്പയർ ത്രൂ സ്കിൻ ഓൾസോ. ഓക്കെ, ആ മോയിസ്റ്റ് സ്കിന്നില്ലേ അതുവഴിയും അവർക്ക് റെസ്പയർ ചെയ്യാനായിട്ട് പറ്റും. ക്യൂട്ടേനിയസ് റെസ്പിറേഷനും ഇവർക്കുണ്ട്. സോ ഗിൽസ്, സ്കിൻ, ലങ്സ്. സ്കിന്നും ലങ്സും വഴി അവർ റെസ്പയർ ചെയ്യുന്ന എപ്പോഴാണ്? അഡൽട്ട് ആയിട്ട് മാറുമ്പോഴല്ലേ. ലാർവ ആണെങ്കിൽ ഗിൽസ് ആർ ദ റെസ്പിറേറ്ററി ഓർഗൻസ്. ഇനി റെപ്റ്റൈൽസ്, ബേർഡ്സ് ആൻഡ് മാമൽസ്, ഈ ക്ലാസ്സസിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് റെസ്പിറേറ്ററി ഓർഗൻസ്? ഡെഫിനറ്റ്ലി ലങ്സ്. ലങ്സ് ആർ ദ റെസ്പിറേറ്ററി ഓർഗൻസ് ഇൻ ദീസ് ക്ലാസ്സസ്. ഓക്കെ, അപ്പോൾ കോഡേറ്റ്സിൽ ഗിൽസ് ഉണ്ട്, സ്കിൻ ഉണ്ട്, ലങ്സ് ഉണ്ട്. Okay, so these are the different respiratory organs in different organisms. ഞാനൊരു ടേബിൾ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഒറ്റൊരു നോട്ടത്തിൽ മനസ്സിലാക്കി എടുക്കുക അല്ലേ. ഓർഗാനിസം പോറിഫെറ, സിലിംഡ്രേറ്റ, പ്ലാറ്റിഹെൽമിന്തസ്, അഷെൽമിന്തസ്, ലോവർ ഇൻവെർട്ടിബ്രേറ്റ്സ്. റെസ്പിറേറ്ററി ഓർഗൻ എന്താണ്? ബോഡി സർഫേസ്. ആൻഡ് അനലിഡ, മോയിസ്റ്റ് ക്യൂട്ടിക്കിൾ. ആർത്രോപോഡ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെസ്പിറേറ്ററി ഓർഗൻസ് ഉണ്ട് അല്ലേ, അവരുടെ ഹാബിറ്റാറ്റ് അനുസരിച്ച്. ഗിൽസ്, ബുക്ക് ലങ്സ്, ട്രക്കിയ. ഇതിന്റെ എക്സാമ്പിൾസ് നിങ്ങൾ പഠിക്കണം കേട്ടോ.
Then mollusca, ctenidia or gills, then pulmonary sacs, അല്ലേ, or lungs. Echinodermata, dermal branchiae, tube feet, etc. നിങ്ങൾ tube feet ഓർത്തിരുന്നാൽ മതി കേട്ടോ. Then hemichordata, gill slits, അത് respiratory organs. Chordata, gills ഉണ്ട്, skin ഉണ്ട്, lungs ഉണ്ട്. Okay, that's it. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം പഠിക്കാം. Till then, bye bye.